നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ എണ്ണയിലൊക്കെ മുക്കി പൊരിച്ച സ്നാക്കുകളൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ക്രീമി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഐറ്റാണ്. മാത്രമല്ല ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴക്കുക പരത്തി ഒന്നും തന്നെ വേണ്ട, ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ബോൺലെസ് ചിക്കൻ നല്ല ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 1 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാലയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പീസ് ആയതുകൊണ്ടും ബോൺലെസ് ആയതുകൊണ്ടും പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. പിന്നെ നമ്മൾ വിനാഗിരിയും കൂടെ ചേർത്തത് കൊണ്ട് ഒന്നും കൂടെ സിമ്പിളായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റും ആയിട്ട് കിട്ടും കേട്ടോ ചിക്കന്. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് കുക്കായിട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയും ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇതുപോലെ ഒന്ന് വാടി കഴിഞ്ഞാൽ ഒന്ന് കടിക്കാത്ത രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ള് കസൂരി മേത്തി ഒന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. ഇനി നമ്മളിവിടെ ഒരു പൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ആക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗവും തേക്കും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നെയ്യ് സൈഡിലും അടിയിലൊക്കെ ആയിട്ട് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സമോസ ഷീറ്റ് ആദ്യം നമുക്ക് പച്ചവെള്ളത്തിൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു എഗ് മിക്സ് ഉണ്ടല്ലോ അതിൽ ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നെയ്യൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു പാനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 3 പീസ് നമ്മൾ പാനിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതുപോലെ ക്രോസ് ആയിട്ടും ഒരു 2 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു മസാല ഇതിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരേപോലെ അങ്ങ് എല്ലാ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ മുഴുവൻ മസാലയും ഈ ഒരു ലെയറിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചട്ടിപ്പത്തിരി പോലെ ഒരുപാട് ലെയർ ആയിട്ട് ചെയ്യാം. ഒരു 2-3 ലെയറൊക്കെ ആയിട്ട് ചെയ്യാം. വീണ്ടും സമോസ ഷീറ്റ് നേരത്തെ നമ്മൾ ആദ്യം വെച്ച് കൊടുത്തതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഒറ്റൊരു ലെയറിൽ ഒരു പോള പോലെയുള്ള ആണ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് അത് മൊത്തത്തിൽ അങ്ങോട്ട് മസാലയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മൾ വീണ്ടും വെള്ളത്തിൽ മുക്കിയെടുത്തിട്ടുള്ള സമോസ ഷീറ്റ് മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. 3 പീസ് ഇതുപോലെ ഒരു ലൈനായിട്ടും അതുപോലെ ക്രോസ് ആയിട്ട് ഇതുപോലെ 2 പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു സൈഡ് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഉള്ളിലേക്ക് അങ്ങ് മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഒരു മുട്ട മിക്സ് ഉണ്ടല്ലോ അത് ഇതിന്റെ മുകളിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവിയൊന്നും ഒട്ടും പുറത്തേക്ക് പോകാത്ത ഒരു ലിഡ് വെച്ചിട്ട് അടച്ചു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഹോൾ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ലെയർ ആയതുകൊണ്ടാണ് നമ്മൾ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ലെയറൊക്കെ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ടൈം കൊടുക്കണം കേട്ടോ കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേ പാനിൽ തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഒരുപാട് ലെയറൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേറൊരു പാനിലേക്ക് തന്നെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ, കൂടുതൽ സേഫ്. ഒരു 2 മിനിറ്റ് ഒക്കെ മതി കേട്ടോ ഈ ഒരു സൈഡ് ഒന്ന് കുക്കായിട്ട് കിട്ടാൻ. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്യാം. അടിപൊളി ടേസ്റ്റ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊന്നും തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്